നാറ്റോ മോഡൽ അറേബ്യൻ സഖ്യം ഉണ്ടാക്കണം എന്നുള്ളൊരു നിലപാട് മുൻപേ സൗദി അറേബ്യ മുന്നോട്ട് വെച്ചതാണ്. അത് കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് മുസ്ലിം നാറ്റോ സഖ്യം എന്ന തരത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടും തീരുമാനിച്ചു. 2025 ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരു സ്വതന്ത്രമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്തു. ആ കരാർ വ്യവസ്ഥയിൽ നാറ്റോ സഖ്യത്തിൽ പറയുന്നതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ സ്വന്തം രാജ്യത്തെയാണ് ആക്രമിച്ചത് എന്ന തരത്തിൽ സംയുക്തമായ രീതിയിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് നാറ്റോ സഖ്യത്തിലെ പ്രധാനമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥ. അങ്ങനെയാണ് ഒരു ഏകോപനം ഉണ്ടാക്കി. സമാനമായ രീതിയിൽ തന്നെയാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. 2025 കേട്ടോ. എന്നാൽ 2020 കാലഘട്ടത്തിൽ തന്നെ ധാരണാ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും പറയുന്നു. അപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ രണ്ട് രാജ്യങ്ങളും അതിർത്തി പങ്കിടുന്ന രാജ്യമല്ല, രണ്ട് ആശയമാണ്, രണ്ട് നിലപാടാണ്, രണ്ട് സംവിധാനമാണ്, ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. പക്ഷേ അമേരിക്ക അല്ലാത്ത ഒരു സഖ്യകക്ഷിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ പാകിസ്ഥാൻ അല്ലാതെ മറ്റൊരു കക്ഷിയെയും സൗദി അറേബ്യ കിട്ടിയിട്ടില്ല എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണകരമായിരിക്കുന്ന കാര്യങ്ങൾ അവരിൽ കണ്ടിട്ടുണ്ട് എന്നോ നമുക്ക് അനുമാനിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യ ഏതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ സംയുക്തമായ രീതിയിൽ ചേർന്ന് തിരിച്ചടിക്കണം. പാകിസ്ഥാൻ ആക്രമിച്ചാലോ സൗദി അറേബ്യയുടെ സഹായം ഉണ്ടാവും. നോക്കുന്ന സമയത്ത് ഈ രണ്ട് രാജ്യങ്ങളെയും വ്യക്തിപരമായി ബാധിക്കുന്ന രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഈ അടുത്തുണ്ടായി. ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചു, അല്ലെ പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചു, ഏതാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടു നിന്നൊരു യുദ്ധം ഉണ്ടായി. ഈ യുദ്ധത്തിൽ സൗദി അറേബ്യ ഏത് പക്ഷം നിന്നു? മൗനം പാലിക്കേണ്ടി വന്നു. സൗദി അറേബ്യയും ഇന്ത്യയും തമ്മിൽ വലിയ സൗഹൃദമുള്ള രാജ്യമാണ്. ഒരിക്കൽ പോലും ഇന്ത്യക്കെതിരെ ഒരു നിലപാട് സൗദി അറേബ്യയുടെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. 28 ലക്ഷത്തോളം ഏകദേശം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് സൗദി അറേബ്യ. വളരെ വളരെ നിർണായകമാണ് ഇന്ത്യയുമായിട്ടുള്ള സൗദി അറേബ്യയുടെ ബന്ധം. ആ ബന്ധത്തിന് ഒലച്ചിൽ തട്ടും എന്നുള്ളത് ഉറപ്പാണ്. അവർ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ നേരെ തിരിച്ചു പറയാം. സൗദി അറേബ്യ ഇറാൻ ആക്രമിച്ചു. ഇറാൻ ആക്രമിച്ച സമയത്ത് ഒരു പ്രാവശ്യമല്ല പലതവണ ആക്രമണം നടത്തിയ സമയത്ത് അതിനെതിരെ പാകിസ്ഥാൻ സഖ്യം ഇറാനുമായി സൗദി അറേബ്യയുമായി ചേർന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്തോ? ഇല്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, നയതന്ത്ര ബന്ധമുള്ള രാജ്യമാണ്, സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്. അവരിലേക്ക് പല ഘട്ടങ്ങളിലായിട്ട് പെട്രോളിയം എത്തുന്നത് ഇറാൻ്റെ അതിർത്തി ഓർമുസ് കടൽ കടന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു വലിയ സൗഹൃദ ബന്ധമുള്ള ഒരു രാജ്യവുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ നിൽക്കുമ്പോൾ ഭാവിയിൽ അത് സാമ്പത്തികമായ രീതിയിലൊക്കെ സാരമായിട്ട് പാകിസ്ഥാനെ ബാധിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ സഖ്യം ലക്ഷ്യത്തിലെത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് ഇങ്ങനെയാണ്. പാകിസ്ഥാൻ ഇപ്പോൾ മധ്യസ്ഥ രാജ്യം കൂടിയാണ്. ഇപ്പോഴത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അത് രണ്ടാമത്തെ ഘട്ടം. ഇപ്പം നടക്കുന്ന ഇറാൻ അമേരിക്കൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിർണായകമായിരിക്കുന്ന ചർച്ചകൾ നടത്തിയത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ വെച്ചാണ്. അവർ മധ്യസ്ഥരാണ്. മധ്യസ്ഥരായിരിക്കുന്ന ഒരു രാജ്യം ഇപ്പോൾ ഒരു പക്ഷം ചേർന്നുകൊണ്ട് മറ്റൊരു പക്ഷത്തിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെതായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാവും. ഇറാനുമായിട്ട് നല്ല ബന്ധം എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഓർമസ് കടൽ കടന്നുകൊണ്ട് പാകിസ്ഥാൻ വഴിയിലൂടെ ചൈനയിലേക്ക് ഇറാൻ തന്നെ പെട്രോളിയം വിൽപ്പന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം പാകിസ്ഥാൻ ഉണ്ടാവുകയും ചെയ്യും. ഇവിടെ ഇപ്പോൾ മധ്യസ്ഥ ചർച്ച നടക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ അമേരിക്ക നിയോഗിക്കപ്പെട്ട സമയത്ത് തന്നെ ഇറാൻ്റെ ഒരു യുദ്ധവിമാനം പാകിസ്ഥാൻ്റെ എയർപോർട്ടിൽ കണ്ടതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് അമേരിക്കയുടെ പത്രങ്ങൾ തന്നെയാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രകാരം ഇങ്ങനൊരു കറാച്ചിയുടെ തീരം ചേർന്നുകൊണ്ട് ഇറാൻ്റെ ഒരു ഒരു യുദ്ധവിമാനം അവിടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു, ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇറാൻ്റെ പക്ഷമാണോ എന്ന ചോദ്യമാണ് അന്ന് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള പത്രങ്ങൾ ചോദിച്ചത്. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഇപ്പം കുവൈറ്റുമായിട്ട് ഒരു ചെറിയ ഡീലിംഗ് പാകിസ്ഥാൻ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ആ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എണ്ണ വേണം, കുവൈറ്റിന് സുരക്ഷയും വേണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയാണ്. ലോകത്ത് മുസ്ലിം രാജ്യം എന്ന് പറയുന്ന സമയത്ത് ഏക ആണവായുധമുള്ള രാജ്യത്തിൻ്റെ പേര് പാകിസ്ഥാൻ മാത്രമാണ്. മറ്റൊരു രാജ്യത്തിന് ആണവായുധമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു രാജ്യവുമായിട്ട് സഖ്യം ചേരുന്നത് നല്ലൊരു അഭിപ്രായമാണ് എന്ന് കുവൈറ്റ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർമസ് കടൽ കടന്നുകൊണ്ട് ഒരു കപ്പൽ പോകുമ്പോൾ
അത് കുവൈറ്റിൻ്റെ അനുവാദത്തോടു കൂടി കുവൈറ്റ് ഈ ഇറാനോട് പറഞ്ഞു, അതല്ലെങ്കിൽ പാകിസ്ഥാൻ മധ്യസ്ഥരായിട്ട് പറഞ്ഞുകൊണ്ട് ഈ കടൽ കടക്കുമ്പോൾ ഇറാൻ ഒരിക്കലും അത് തടയില്ല. ഇനി ഇറാന്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ പിന്നീട് അമേരിക്ക ആ മേഖല സുരക്ഷിതമുണ്ട്, അമേരിക്ക തടയില്ല. കാരണം എന്ന് പറയുക കുവൈറ്റിൻ്റെ കപ്പൽ തടയുക എന്ന് പറയുന്ന വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് അവരും ചെയ്യില്ല. അപ്പോൾ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇതിന് പാകിസ്ഥാൻ്റെ പങ്ക് വളരെ നിർണായകമാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഹോർമുസിൽ പാകിസ്ഥാന് എന്തെങ്കിലും റോളുണ്ടോ എന്ന് ചോദിച്ചാൽ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ ഇടപെട്ടിട്ടേ ഇല്ല. പിന്നെ ഈ ഒരു സഹായത കാര്യങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലും ഇറാന് അനുകൂലമായിരിക്കുന്ന നിലപാട് പാകിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പോകുന്നുണ്ട് അത്. ഇനി അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് പറയുന്ന സമയത്ത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ പൗരന്മാരെ അങ്ങനെ 100% വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്ന ഒരു പൗരവിഭാഗമായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ കാണുന്നില്ല. അപ്പോൾ അവരൊരു ക്രിമിനൽ പശ്ചാത്തലം പല രീതിയിലുണ്ട്. വിദ്യാഭ്യാസപരമായ രീതി വലിയ പിന്നോക്കാവസ്ഥയാണ്. ചെറിയ പിന്നോക്കാവസ്ഥയല്ല, വലിയ പിന്നോക്കാവസ്ഥയാണ്. അപ്പോൾ രാജ്യ പുരോഗതിക്ക് വേണ്ടി സൗദി അറേബ്യ ആണെങ്കിൽ, ഖത്തർ ആണെങ്കിലും, ഒമാൻ ആണെങ്കിലും, ബഹ്റൈൻ, അറേബ്യൻ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചതിൽ പാകിസ്ഥാൻ്റെ പേരിൽ ഇന്ത്യയുടെ പേര് 1ാം സ്ഥാനത്താണ്. അപ്പോൾ സർവ്വ മേഖലയിലും അതിൻ്റേതായ രീതിയിലുള്ള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും കമ്പനി നടത്താനും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ വലിയ വലിയ കഴിവുള്ള മിടുക്കന്മാരായിരിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലുള്ളത്. അവർ ക്രിമിനൽ പശ്ചാത്തലം കുറവുമാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവിടെ വധശിക്ഷ ഉണ്ട് എന്ന് നമുക്കറിയാം. തലവെട്ടാണ് വധശിക്ഷ. ഒരാളെ കൊന്നാൽ തലവെട്ടാണ് അവിടുത്തെ ശിക്ഷ എന്നുള്ളത് അറിയാവുന്നതാണ്. ഒരു വർഷത്തെ കണക്കെടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ തലവെട്ടപ്പെടുന്നത് അവിടെ പാകിസ്ഥാനികളുടേതാണ്. അതെന്തുകൊണ്ടാണ്? ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ്. അവരാണ് ഇത് പ്രവർത്തികൾ ഏറ്റവും കൂടുതൽ. മയക്കുമരുന്നാണെങ്കിലും ഈ കൊലപാതകമാണെങ്കിലും പണം തട്ടിക്കൊണ്ടുപോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊരു ലിസ്റ്റ് നോക്കിയാലും അതിൽ എവിടെയെങ്കിലും ഒന്നൊരു പാകിസ്ഥാൻ ഉണ്ടാവും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വിഭാഗമാണ് എന്നതിനാൽ തന്നെ 100% അവരങ്ങോട്ട് അവിടുത്തെ പൗരന്മാർ വിശ്വസിക്കുന്നു. ഏറ്റവും പാകിസ്ഥാനി എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഹിന്ദി എന്ന് പറയുന്ന സമയത്തും രണ്ടും രണ്ട് വൈകാരിക തലമാണ്. അതൊരു സ്നേഹബന്ധമാണ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അറേബ്യൻ രാജ്യങ്ങൾ എല്ലാ കാലത്തും പിന്തുടരുന്നതെന്ന് ചുരുക്കം. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഒരു രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അപ്പാടെ പാകിസ്ഥാൻ്റെ കൈവശത്തിലേക്ക് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ വലിയ വിഷയമാണ്. കാരണം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പല കാര്യങ്ങളും പറയേണ്ടി വരും. അത് രാജ്യരഹസ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കും. അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ മാത്രമൊന്നും പാകിസ്ഥാൻ അതിനുള്ള പക്വതൊന്നും ആയിട്ടില്ല എന്നുള്ള ചുരുക്കമാണ്. ഇവിടെ പ്രതിസന്ധി 2-3 പ്രതിസന്ധികളുണ്ട്. അതിലൊന്ന്, പാകിസ്ഥാനും ഇറാനും ദീർഘകാലമായി ദീർഘമായിരിക്കുന്ന അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അവർ അയൽവാസികളാണ്. അപ്പോൾ അവരുമായിട്ട് കൊമ്പ് കോർക്കുന്ന സമയത്ത് ഭാവിയിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ വലിയ പ്രശ്നങ്ങൾ വരും, സംശയമൊന്നുമില്ല. അതുകൊണ്ട് അത് വളരെ പ്രശ്നമായിട്ട് തന്നെ നിലനിൽക്കും. രണ്ടാമത്, ഇറാൻ്റെ നയതന്ത്രം ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് വളരെ സൗഹൃദമാണ്, വലിയ അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. അതിൻ്റെ അപ്പുറമായ രീതിയിൽ ഏകദേശം തോന്നുന്നത് 18% അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് ഷിയ വിഭാഗമുള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. അപ്പോൾ ഇറാനെതിരെ നിലപാടെടുക്കുന്ന സമയത്ത് അവിടുത്തെ ഷിയ വിഭാഗത്തിന് വൈകാരികമായിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വെല്ലുവിളിച്ചു കൊണ്ടൊന്നും പാകിസ്ഥാനെ നിലപാടെടുക്കാൻ വേണ്ടി സാധിക്കില്ല. ഷിയ വിഭാഗത്തിന് വലിയ സ്വാധീനമുണ്ട്. കറാച്ചി പോലെയുള്ള തന്ത്രപ്രധാനമായ ഏരിയകളിൽ സാമ്പത്തികപരമായ രീതിയിൽ വലിയ മുന്നേറ്റമുള്ളവരും വിദ്യാഭ്യാസ രംഗത്തൊക്കെ വളരെ സജീവമുള്ളവരും ഈ ഷിയ വിഭാഗമാണ്. സുന്നി വിഭാഗം ഈ വിദ്യാഭ്യാസ സാമ്പത്തിക രംഗത്തൊക്കെ വളരെ രീതിയിൽ പിന്നോക്കാവസ്ഥമാണ്. ഇവരാണ് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി സൗദിയുമായുള്ള പ്രതിരോധ ബാധ്യത ഒരു ബാധ്യതയായിട്ട് പാകിസ്ഥാന് തീരുമോ എന്നുള്ള കാര്യങ്ങളും സംശയമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഇറാനുമായിട്ടുള്ള നയതന്ത്രം വിച്ഛേദിച്ചുകൊണ്ട് ഈ സൗദി അറേബ്യയുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന് വലിയ പ്രയാസം. അഥവാ ഈ ഒരു കരാർ വ്യവസ്ഥ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി 2 രാജ്യങ്ങൾക്കും സാധിക്കുന്നില്ല. 2 രാജ്യങ്ങൾക്കും പല ഘട്ടങ്ങളിലായിട്ട് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങൾ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ശത്രു രാജ്യമല്ലാത്ത രീതിയിൽ 2 രാജ്യങ്ങൾക്കും സഹകരണത്തിൻ്റെ രീതിയുള്ള ഭാവമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ആക്രമിക്കുക എന്ന വലിയ പ്രയാസം. ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഷയം ഉണ്ടായി. അപ്പോൾ സൗദി അറേബ്യക്ക് പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ ആയുധം നൽകാൻ വേണ്ടി പറ്റില്ല, അല്ലെങ്കിൽ സൈന്യത്തിന് നൽകാൻ പറ്റില്ല. പ്രശ്നമായി, പ്രതിസന്ധിയാണ്. ഇറാനും
പാകിസ്ഥാൻ തമ്മിൽ നല്ല സൗഹൃദ ബന്ധമാണ്. ഇറാനെ സൗദി അറേബ്യ ആക്രമിക്കുന്ന സമയത്ത് സൗദി അറേബ്യക്ക് അനുകൂലമായ രീതിയിൽ ഇറാനെതിരെ നിലപാടെടുക്കാൻ വേണ്ടി പാകിസ്ഥാനും പറ്റില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കാൻ പറ്റാത്ത മേഖലയാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നതിനാൽ ഈ ഒരു സൗഹൃദ ബന്ധം, ഈ നാറ്റോ സഖ്യം പോലെയുള്ള മുസ്ലിം സൈനിക സഖ്യം നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.